ഹലോ മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാമിനർ ഫാമിലി. അറിയാലോ, അർജുൻ സാറാണേ. മക്കളെ, നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹാളിലിരിക്കാം. ആ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ്. നല്ലൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺനോൺ ഇൻസിഡൻറ്റിൻ്റെ കുറച്ച് ഹിൻറ്റുകൾ തരും. അതെല്ലാം ചേർത്ത് എഴുതിയിട്ട് നമ്മളൊരു നല്ല ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരും. ഈ 2 പോസിബിലിറ്റികളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ ചേർത്ത് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. രണ്ടാമത്തത്, അൺനോൺ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നിട്ട് അതിൻ്റെ ഹിൻറ്റുകൾ വെച്ച് നമ്മളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കണം. എങ്ങനെ തന്നെ ചോദ്യം വന്നു കഴിഞ്ഞാലും ആദ്യം മനസ്സിലാക്കുക, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് കൃത്യമായൊരു ഫോർമാറ്റ് ഉണ്ട്. അത് പാലിച്ചെഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, കൃത്യമായ ഒരു ബോക്സ് വരയ്ക്കുക. ഒരു ബോക്സ് വരച്ച് അതിനകത്ത് വേണം നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി. അതിനുശേഷം ഹെഡ്ലൈൻ കൊടുക്കുക. നമ്മളെല്ലാവരും ഒരു വാർത്തയിലേക്ക് ആകൃഷ്ടരാകുന്നത് അതിൻ്റെ തലക്കെട്ട് നോക്കിയിട്ടാണ്. സോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു തലക്കെട്ട് കൊടുക്കുക, ഹെഡ്ലൈൻ കൊടുക്കുക. അതിനുശേഷം ബൈലൈൻ. ആരാണോ ഈ പത്രവാർത്ത തയ്യാറാക്കിയിട്ടുള്ളത് അയാളുടെ പേര്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുക്കാവുന്നതാണ്. സ്റ്റാഫ് റിപ്പോർട്ടർ. ഓക്കെ. അതിനുശേഷം പ്ലേസ്, ഡേറ്റ് കൃത്യമായിട്ട് എഴുതുക. തുടർന്ന് ഇൻട്രൊഡ്യൂസിങ് പാരഗ്രാഫ്. ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ പ്രധാന വിവരങ്ങൾ എല്ലാം തന്നെ നൽകണം. ഏതൊക്കെയാണ് പ്രധാന വിവരങ്ങൾ എന്ന് വെച്ചാൽ 5W1H നിങ്ങളുടെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് പാരഗ്രാഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി അവിടെ കഴിഞ്ഞു. ഓക്കെ. ആ 5W1H, ഒന്ന്, ഹൂ, ആരൊക്കെ ഈ വാർത്തയിൽ ഇൻവോൾവ് ആണ്. വാട്ട്, എന്താണ് ഈ സംഭവം, വാർത്തയായത് എന്ത് സംഭവമാണ്. വേർ, എവിടെ വെച്ചാണ് സംഭവം. വെൻ, എപ്പോഴാണ് സംഭവം. വൈ, എന്തുകൊണ്ടാണ് സംഭവം. ആൻഡ് ഹൗ, എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ എഴുതേണ്ടി വരും. സോ ഈ 5W1H നോക്കൂ, 1 2 3 4 5 5Wയും ഒരു Hഉം നിങ്ങളുടെ ആദ്യത്തെ പാരഗ്രാഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു. പിന്നെ ബോഡിയും കൺക്ലൂഷൻ എഴുതുമ്പോൾ ഇതൊന്ന് വിശദീകരിച്ച് എഴുതിയാൽ മാത്രം മതി. മേൽ പറഞ്ഞിട്ടുള്ള 5W1H ഒന്ന് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബോഡിയും പിന്നെ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൺക്ലൂഡിങ് ആയിട്ട് കൊടുക്കുക. ഇത്രയും മാത്രം പാലിച്ച് എഴുതി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് മുഴുവൻ മാർക്ക് തന്നെ കിട്ടും. ഇവിടെ നമുക്ക് നീർജ ഭാനോട്ടിൻ്റെ ഇൻസിഡൻറ്റിന് ശേഷം പിറ്റേ ദിവസം വരാൻ സാധ്യതയുള്ള ഒരു പത്രവാർത്ത തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, ബോക്സ് നമ്മൾ കൃത്യമായി വരച്ചു, കൃത്യമായ ഒരു തലക്കെട്ട് നൽകി, സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതി, അതുപോലെ തന്നെ പ്ലേസ്, ഡേറ്റും പിന്നെ 5W1H കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് റൈറ്റപ്പാണ്. റൈറ്റപ്പും ഏകദേശം 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റപ്പ് നമുക്ക് ഒരു തീം തരും, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിൽ നമ്മളോട് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുക. റൈറ്റപ്പ് എന്നതിൻ്റെ മലയാളം കുറിപ്പാണ്. സോ ഒരു ആർട്ടിക്കിളും ഒരു എസ്സേ ഒക്കെ എഴുതുക, അതുപോലെ തന്നെ ആ തീമിൽ നിങ്ങൾ എഴുതുക. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവ 2 എണ്ണമാണ്. ഓക്കെ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ദ സ്റ്റോറിയും ഇൻഫറൻസസ് ഫ്രം ദ സ്റ്റോറിയും. ഒരു തീം ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ഒരു റൈറ്റപ്പ് എഴുതുന്നത്. സോ ആ തീമായിട്ട് ബേസ് ചെയ്ത് കിടക്കുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ ആ റൈറ്റപ്പിനകത്ത് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റപ്പ് കംപ്ലീറ്റ് ആയി. നിങ്ങളൊരു എസ്സേ പോലെയോ ആർട്ടിക്കിൾ പോലെയോ എഴുതുന്ന ആ ഒരു കാര്യത്തിനകത്തേക്ക് നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങൾ എക്സാമ്പിളുകളായിട്ട് ചേർത്ത് എഴുതിയാൽ നമ്മുടെ റൈറ്റപ്പ് കംപ്ലീറ്റ് ആയി. 7 മാർക്ക് നമുക്ക് സുഖസുന്ദരമായിട്ട് കിട്ടും. ഓക്കെ. നമ്മുടെ ഡിലേഡ് മൺസൂൺ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ട് ഒരുപക്ഷെ നിങ്ങൾക്കൊരു ചോദ്യം വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറയുന്ന പാഠഭാഗങ്ങൾ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തിയാൽ മതി. ഇനി ഒരെണ്ണം കോൺവെർസേഷനാണ്. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ പഠിക്കാനുള്ള ചാപ്റ്ററുകൾ എല്ലാത്തിനുമുണ്ട്. സോ ഇവർ തമ്മിൽ പരസ്പരം നടത്തുന്ന സംഭാഷണങ്ങൾ നമുക്ക് വരാം. 2 വിധത്തിലാണ് നിങ്ങൾക്ക് കോൺവെർസേഷൻ വരാൻ സാധ്യത. ഒന്ന്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ വരും. 2, നമ്മളോട് കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറയും. സോ ആ നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറയാം. 2 ക്യാരക്ടറിൻ്റെയും പേരുകൾ എഴുതുക. ഓക്കെ. ക്യാരക്ടർ 1, ക്യാരക്ടർ 2. നിങ്ങൾക്ക് ആ കഥാപാത്രങ്ങൾ 2 പേരുടെയും പേരെഴുതുക, 2 കുത്തിടുക.
ക്ലിയർ? എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അടുത്ത ആൾ പറയും ക്യാരക്ടർ 1 ക്യാരക്ടർ 2 ക്യാരക്ടർ 1 ക്യാരക്ടർ 2 ക്യാരക്ടർ 1 ക്യാരക്ടർ 2 ഇത് രീതിയിൽ എഴുതുക. പിന്നെ കൃത്യമായിട്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, പറഞ്ഞു തീരുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടുക, അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി മാർക്കൊക്കെ ഇട്ടാൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ രീതിയിൽ തന്നെ എഴുതാൻ പറയും. പിന്നെ സ്റ്റേ ഓൺ ദ ടോപ്പിക്, എന്തിനെക്കുറിച്ചായിരിക്കുമോ അവർ സംസാരിക്കാൻ സാധ്യത അതിനെക്കുറിച്ച് മാത്രം എഴുതുക, അല്ലാതെ അവർ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. ക്ലിയർ? ഈ കോൺവെർസേഷനും നിങ്ങൾക്ക് 6 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിയർലി ഒരു 6 to 8 എക്സ്ചേഞ്ചുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ബെഥാനി ഹാമിൽട്ടന് ആ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത്, അവർക്ക് അറ്റാക്ക് ഉണ്ടായ സമയത്ത് അവരും അവരുടെ അച്ഛനും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ സാറ് വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എപ്രീസിയേഷനാണ്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് എപ്രീസിയേഷൻ. നമുക്ക് 5ഓളം പോംസ് പഠിക്കാനുണ്ട്. സോ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ വോക്ക് എലോൺ എന്ന് പറയുന്ന പോയിൻ്റ് എപ്രീസിയേഷൻ സാർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ എങ്ങനെയാണ് നല്ലൊരു എപ്രീസിയേഷൻ തയ്യാറാക്കേണ്ടത് നോക്കൂ. ഒന്ന്, നമ്മൾ ആ ടൈറ്റിലിൻ്റെയും ഓതറിൻ്റെയും പേര് കൃത്യമായി നൽകുക. ഈ കവിതയുടെ സെൻട്രൽ തീം ഐഡിയ എന്താണെന്ന് നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് സ്റ്റൈൽ, പോയറ്റിക് ഡിവൈസുകളൊക്കെ ഒരുപാടുണ്ടല്ലോ, ഇമേജറി, മെറ്റഫർ, സിമിലി, ഈ ഓക്സിമോറൺ തുടങ്ങിയ ഒരുപാട് പോയറ്റിക് ഡിവൈസുകളുണ്ട്. അത് കൃത്യമായി കണ്ടെത്തുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം കൂടെ എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്രീസിയേഷൻ. കാര്യം നിങ്ങളാണല്ലോ ഇത് ആസ്വദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളതോ, ഇനി ഇഷ്ടമായില്ലെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ ഈ കാര്യം കൂടെ മക്കൾ നോക്കുക. വോക്കലോണിൻ്റെ അപ്രീസിയേഷൻ സാറ് വെച്ചിട്ടുണ്ട്. ഇനി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 5-6 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. വളരെ പൊളൈറ്റ് ലാംഗ്വേജിൽ വേണം നമ്മൾ ഇൻ്റർവ്യൂസിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, അതായത് യെസ് ഓർ നോ ഉത്തരം കിട്ടാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ തയ്യാറാക്കാൻ. ഓക്കെ, വളരെ ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഇവിടെ നോക്കൂ, നമ്മുടെ ഡബ്ബാവാലാസിനോടിൽ ആരോടെങ്കിലും നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ, അവരിൽ ആരെങ്കിലും നമ്മൾ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നത് സംബന്ധിച്ച് സാർ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതും കൂടെ മക്കളൊന്ന് നോക്കിയിട്ട് പോവുക. ഇനി നമുക്ക് റിവ്യൂ ആണ്. നമുക്ക് ഹാഫ് എ ഡേ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റിവ്യൂ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. കാര്യം ഇതിനാണ് കുറേ സാധ്യതകൾ കൂടുതൽ. എന്നിരുന്നാലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ ഇതിനകത്തുള്ള തീം സമ്മറി വ്യക്തമായിട്ട് എഴുതുക. ഇതിനകത്തുള്ള ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് എഴുതണം. ആ ക്യാരക്ടർ എങ്ങനെയുള്ളതാണ്, നല്ല ആളാണോ, ഹോണസ്റ്റ് പേഴ്സൺ, ബ്രേവ് പേഴ്സൺ, അങ്ങനെ എല്ലാ ക്യാരക്ടറുകളും നമ്മൾ നോക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ് റിവ്യൂ, വിശകലനം ചെയ്യുന്നത് വഴി കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഗ്രാമറിൽ നിന്നും നമുക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഫ്രേസൽ വെർബുകൾ. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഫ്രേസൽ വെർബുകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് നമുക്ക് ഒരുപാട് എണ്ണമുണ്ട്. ഇവിടെ താൽക്കാലികമായിട്ട് ചില ഫ്രേസൽ വെർബുകൾ, നിങ്ങൾക്ക് പരിചയമുള്ള ചില ഫ്രേസൽ വെർബുകൾ സാർ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഒന്ന് മക്കൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം. ഒരു കാര്യം കൂടെ സാറിന് പറയാനുണ്ട്, നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. കാര്യം നമുക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടാവുന്ന കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഒരു പാസേജ് തന്നിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അതിനോടനുബന്ധിച്ചിടും. അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയാൽ തന്നെ ഏകദേശം ഒരു 10-20ഓളം മാർക്കിൻ്റെ മേലെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ പാസേജ് മിനിമം 2 തവണ വായിച്ചിരിക്കണം. ആദ്യം നിങ്ങൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വായിച്ച് വിടുക, ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ കേട്ടോ, വെറുതെ വായിച്ചു പോലെ മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വായിക്കുക. ശേഷം ചോദ്യങ്ങളൊന്ന് വായിക്കുക. വീണ്ടും ചെന്ന് നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ടാവും. അവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. നമ്മൾ പഠിച്ചത് ബേസ് ചെയ്തിട്ട് തന്നെ ചോദ്യങ്ങൾ വരികയുള്ളൂ. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു ടെൻഷനും വേണ്ട മക്കളെ. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിഡിലൻ മാർക്കോടുകൂടി നമുക്ക് പരീക്ഷ പാസ്സാവും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓൾ ദ ബെസ്റ്റ്.